ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഒരു ഈവനിങ് വ്ളോഗായിട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. വൈകുന്നേരം ഒരു 4:30-5 മണി തൊട്ടിട്ടാണ് കേട്ടോ. ഏട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. മോളപ്പം പഠിക്കാൻ തുടങ്ങിയില്ല, കളറിങ് ആയിരുന്നു. അവർക്ക് കളറിങ് കോമ്പറ്റീഷനൊക്കെ ഉണ്ടായിരുന്നു. മോൾ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബാക്കിയായിട്ട് വന്നിരുന്നു. ഭയങ്കര ഒരു ത്രില്ലില്ലേ, അതിൽ പടം വരയ്ക്കുകയാണ്. മോനിവിടെ ഗെയിം കളിക്കുകയാണ്. ഏട്ടൻ ഐസ്ക്രീം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പൊട്ടിച്ചു കൊടുക്കുകയായിരുന്നു. തട്ടിമുട്ടി ഞാൻ പറഞ്ഞില്ലേ, തട്ടിമുട്ടിയാണ് ഉപ്പുമുളകും കണ്ടുകൊണ്ട് അവർ പടം വരയ്ക്കുകയാണ്. ഞാൻ ഏട്ടൻ വന്നപ്പോഴത്തേന് ചായ ഇടുകയാണ്. ഏട്ടൻ പാൽ കൊണ്ടുവന്നിട്ട് ഇതാണ് നമ്മുടെ മെയിൻ ഐറ്റം. ഞാൻ പറഞ്ഞില്ലായിരുന്നോ നമുക്കൊരു പ്രോഗ്രാം ഉണ്ടെന്ന്. അപ്പോൾ ഞാൻ വിളിച്ച് പറഞ്ഞപ്പോഴത്തേന് ഏട്ടൻ മുന്തിരി വാങ്ങിയിട്ട് വന്നതാണ്. നല്ല ഡാർക്ക് മുന്തിരി കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇത് ബർഗറൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. സാൻഡ്വിച്ചും ബർഗറും, ഇത് കുറേ ഉരുളക്കിഴങ്ങും ബീറ്റ്റൂട്ടും. അപ്പം മുന്തിരി വെച്ചിട്ട് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലൂടെ കാണാവേ. പിന്നെന്താ, ഏട്ടൻ വന്ന ഉടനെ ആരെയോ ഫോൺ വിളിയാണ്. കാര്യമായിട്ട് എന്നെ സംസാരിക്കുകയാണ്. ഞാനവിടെ ചായ ഇട്ട് അപ്പോൾ ഞാൻ നോക്കിയിട്ട് വന്ന ഉടനെ എൻ്റെ അടുത്ത് ഒരു അരമണിക്കൂർ സംസാരിക്കുന്നത്. എവിടെ പോയെന്ന് നോക്കിയാണ് ഇങ്ങനെ എൻ്റെ വിശേഷം അങ്ങോട്ടും ഏട്ടൻ്റെ വിശേഷം ഇങ്ങോട്ടും ഞങ്ങൾക്ക് കേട്ടില്ലെങ്കിൽ ഒരു കാര്യം കേൾക്കണേ. രാവിലെ ജോലിക്ക് പോയാൽ ഒരു 10 മിനിറ്റ് കൂടിപ്പോയാൽ 10 മിനിറ്റ് ഇടവിട്ട് 2 പേരും വിളിച്ച് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാം. എന്നാലും വന്നു കഴിഞ്ഞാൽ പിന്നെ ഉണ്ടായിരിക്കും കഥ. അതും കേട്ട് കഴിഞ്ഞിട്ട് ബെമ്മിക്കുട്ടനപ്പോൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇത് പൊട്ടിച്ചു കൊടുക്കാൻ വിളിച്ചപ്പോൾ ഞാനത് പൊട്ടിച്ചു കൊടുക്കാൻ വന്ന. കുഞ്ഞും പഠിക്കാൻ തുടങ്ങണം. ഞങ്ങൾ ചായ കുടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടേ ഇനി സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. അപ്പം ഞാനുമായിട്ട് ബാക്കി കഥകളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന് അതെല്ലാം പൊട്ടിച്ച് റെഡിയാക്കി വെക്കുമായിരുന്നു. ഇവിടെ നമ്മുടെ ഒരു കൂട്ടുകാരനൊരു പുതിയ വീടെടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കഥകളാണ്, കാര്യങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും അത് പറയായിരുന്നു. പിന്നെ ഞാൻ ചായ എടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു സാധനം ചായയും കുടിച്ചു കഴിഞ്ഞാൽ തന്നെ പിന്നെ നൈറ്റത്തെ ഡിന്നർ വേണമെന്നില്ല. പിന്നെ നൈറ്റ് ഒരുപാട് വൈകിയായി കഴിക്കുന്നതുകൊണ്ട് എടുക്കും, കുഴപ്പമില്ല. അപ്പം ഞാൻ വീഡിയോയിൽ കിട്ടുന്നുണ്ടോ എന്നൊക്കെ നോക്കുമായിരുന്നു. അപ്പോഴത്തേന് നമ്മുടെ ചായക്കുട്ടൻ ഇതാ തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു. നല്ല വെയിലും കാര്യമൊക്കെ ഉള്ളൊരു ദിവസമായിരുന്നു ഇന്ന്. അടിപൊളിയായിരുന്നു. ചായ ഇതാ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ സ്റ്റൗ ഓഫ് ചെയ്യട്ടെ. അപ്പം ഞാൻ ചായ എടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് വീഡിയോ ഇടുന്ന കൂടെ സൗണ്ട് മ്യൂസിക് ഇങ്ങനെ സെറ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ലാഗ് വീഴത്തില്ലല്ലോ. അപ്പം ഇനി മുതൽ അത് ചെയ്യണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. നോക്കാം. പിന്നെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബർഗർ ഇവിടെ സെറ്റായിട്ടുണ്ടായിരുന്നു. ഞങ്ങളപ്പോൾ സംസാരിച്ചിരുന്ന് ചായയൊക്കെ കുടിക്കുകയായിരുന്നു. ഏട്ട എടുത്തത് അതിനും പാതി കൊണ്ടുതരാൻ നോക്കുമായിരുന്നു. ഞാൻ വേണ്ടെന്ന് പറഞ്ഞിട്ട് മോളുടെ ഇഷ്ട ബർഗർ എടുക്കാമായിരുന്നു. ഏട്ടൻ എന്തൊക്കെയോ പറഞ്ഞു തരുമായിരുന്നു. അപ്പം മോളും മോനും ചായ കുടിക്കുകയാണ്. നമ്മുടെ ചുന്തിരി പെണ്ണുങ്ങൾ തിന്നുവാവേ. കുഞ്ഞു പെണ്ണിനെ കൈ പിടിച്ച് കൊടുപ്പിക്കണം. തന്നെ എടുത്ത് കുടിക്കാൻ അറിയും, പക്ഷെ കുടിക്കത്തില്ല. എനിക്ക് കുട്ടിയായിട്ട് ചായയൊക്കെ കുടിച്ചിട്ട് 2 ചാട്ടമൊക്കെ കഴിഞ്ഞിട്ട് പോയിട്ടുണ്ട്. അപ്പം ഞാൻ വൈകിട്ട് ചപ്പാത്തി വെക്കാമെന്ന് വെച്ചിട്ടാണ്. അപ്പം ഞാൻ കറിക്കുള്ളതെല്ലാം സെറ്റ് ചെയ്യും. എൻ്റെ അടുത്ത് വന്ന് എന്തൊക്കെയോ കഥകൾ ചോദിക്കും. എൻ്റെ ഇടയ്ക്ക് അവിടെ പോകുന്നുണ്ടോ ചാടി ഇങ്ങനെയാണ് ഇത് ഉരുളക്കിഴങ്ങ് ചെത്തുന്നത്. എനിക്ക് നിന്നുകൊണ്ട് ചെയ്തിട്ട് ഞാൻ ക്ഷീണിച്ചിട്ട് ഞാൻ ഇരുന്ന് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അവിടെ ഇരുന്ന് ചെയ്യുന്ന സമാധാനത്തോടെ കൂളായിട്ട് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച്.
എന്തായാലും ഇതിന് സ്വല്പം സമയം എടുക്കുമല്ലോ. നമുക്ക് കറി വെക്കാനേ സമയം എടുക്കത്തുള്ളൂ. പാക്കറ്റ് ചപ്പാത്തി ഉണ്ട്. അപ്പം അത് പിന്നെ വേഗം കറിയെല്ലാം റെഡിയായിട്ട് കഴിഞ്ഞിട്ട് കഴിക്കാറാകുമ്പോഴത്തേന് ചുട്ടെടുക്കത്തുള്ളൂ. ഇതപ്പം ചെയ്ത് വെക്കുകയാണെങ്കിൽ സമയം എടുക്കുന്നതുകൊണ്ട് ഇത് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. ആദ്യം എന്നാൽ ഇത് ചെയ്യുക. അന്ന് ഭയങ്കര റിലാക്സ് ആയിരുന്നു കേട്ടോ. ഭയങ്കര കൂളായിട്ട് സമയമെടുത്ത്. കുട്ടികൾക്ക് നാളെ എക്സാം ഒന്നുമില്ല, അതുകൊണ്ട് ടെൻഷനില്ല. എൻ്റെ അടുത്ത് എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട് അവിടെ എന്നിട്ട് ഞാൻ അതിന് മറുപടി കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. തേങ്ങ അരച്ച് വെക്കാമെന്ന് വിചാരിക്കുന്നു. ഞാനപ്പോൾ ഇതെന്താ ഉരുളക്കിഴങ്ങ് കഴുകി കുക്കറിലോട്ട് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ എന്തോ ടി വിയിൽ കാര്യമായിട്ട് നടക്കുന്നുണ്ട്. നല്ല വെയിലായിരുന്നു കേട്ടോ ഇന്ന്. അപ്പോൾ അത്യാവശ്യ കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാമ്പാറിനുള്ളതെല്ലാം കുക്കർ റെഡിയാക്കി വെച്ചിട്ട് ഇതാണ് നമ്മൾ പാക്കറ്റ് ചപ്പാത്തി. ഇതിവിടെ സ്ഥിരം വാങ്ങിച്ചു വയ്ക്കും. ഇതുപോലെ സമയം പോകുന്ന സാഹചര്യത്തിലൊക്കെ പെട്ടെന്ന് വെക്കാനാണെങ്കിലേ. അപ്പം മോള് പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നല്ല മെടുക്കി കുട്ടിയായിട്ട് ഇന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നു. ബെമ്മുക്കുട്ടൻ ഇവിടെ കിടന്നുകൊണ്ടാണ് പഠിക്കുന്നത്. ഞാൻ ക്യാമറ ഓണാക്കിയതിനാണ് എല്ലാം നിർത്തി, എഴുത്തും കാര്യം എല്ലാം നിർത്തി. ഞാൻ വീഡിയോ ആയിട്ട് വന്ന് കാണിക്കുന്നത്. ഉറങ്ങും കേട്ടോ. കുളിച്ചിട്ട് പഠിക്കാനിരുന്നാൽ ചിലപ്പോൾ പെട്ടെന്ന് ഉറങ്ങും. ഇതിപ്പോൾ ഉറക്കം നന്നായിട്ട് വരുന്നുണ്ട്. പക്ഷേ ഇത് ഇച്ചിരി അറിഞ്ഞുകൊണ്ടാണെന്നാണ് തോന്നുന്നത്. അല്ല, നല്ല ഉറക്കം വരുന്നുണ്ട്. പക്ഷെ ഇപ്പോഴും ഉറങ്ങത്തില്ല. ഇപ്പോൾ ബുക്കെടുത്ത് മാറ്റിയാൽ പിന്നെ എൻ്റെ ഉറക്കവും മാറും, എല്ലാം മാറും. പിന്നെ കളയാൻ ഞാൻ പേടിപ്പിച്ചത് ചിരിക്കുക. അപ്പോൾ പിന്നെ എഴുന്നേറ്റിട്ട് പിന്നെയും ബാക്കിയൊക്കെ പഠിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതുകൊണ്ട് ഞാൻ വീഡിയോ എടുക്കാൻ ചെല്ലി എണ്ണ പൊട്ടിത്തെറിച്ചു. നല്ല സൂപ്പറായിട്ട് ഫോണിൽ വേണമെന്ന് തോന്നും. എന്നാൽ കുറച്ച് ചിക്കനൂടെ വറുത്ത് വയ്ക്കാമെന്ന് വിചാരിച്ച് കുറച്ച് അതുകൂടി വറുത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെന്താ, ഇവിടെ ആട്ടിയ വെളിച്ചെണ്ണയാണ് വാങ്ങുന്നത്. അതുകൊണ്ട് കുഴപ്പമില്ല. എണ്ണ അഴുക്കാണ് ഒത്തിരി അഴിക്കുന്നത്. ഞാനധികം എടുക്കത്തില്ല. കുഞ്ഞിന് എങ്ങനെയാണോ ഇഷ്ടം, അതുകൊണ്ട് ഞാനിങ്ങനെ ചെയ്യുന്നത്. ഞാൻ എന്നിട്ട് കുഞ്ഞിനൊക്കെ എന്നാൽ ഭക്ഷണം കൊടുത്തേക്കാമെന്ന് വിചാരിച്ച് അവർക്ക് ഭക്ഷണം കൊടുക്കുകയാണ്. ഫോൺ താഴെ പോയി. സ്ഥിരം പരിപാടി. കലാപരിപാടികളുണ്ടോ? ഞാൻ ഭക്ഷണം എടുത്തപ്പോഴേ തുടങ്ങിയ ഡാൻസ്. ഒരു ഉരുള ഇട്ടിട്ട് ഞാനൊരു 10 പ്രാവശ്യമെങ്കിലും വിളിക്കണം. നമ്മുടെ കിഴങ്ങ് സ്റ്റൂ അവിടെ റെഡി ആയിട്ടുണ്ടായിരുന്നു. ഞാനപ്പോൾ കുളിച്ചിട്ട് വേഗം വരാം. അപ്പോൾ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ കഴിക്കാൻ എടുത്തിട്ടുണ്ടായിരുന്നു. കുട്ടികൾക്ക് നേരത്തെ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. സ്റ്റൂവും ചപ്പാത്തിയും പിന്നെന്താ മുട്ട ഓംലെറ്റ്. ഇത്രയായിരുന്നു നമ്മുടെ ഇന്നത്തെ ഡിന്നറ്. അപ്പോൾ ഓക്കെ, ബൈ.